അപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരി, ഇന്നിപ്പോൾ 2 ലൈനപ്പുകളും ഹരി കണ്ടല്ലോ. ഇപ്പോൾ അർജന്റീനിയൻ ലൈനപ്പ് വലിയ ഞെട്ടലോട് കൂടിയുള്ള സർപ്രൈസ് അതിനകത്തുണ്ട്. അത് ഒരു ക്രൂഷ്യലായ കലാശപ്പോരിൽ ഇത്രയും വലിയ പരീക്ഷണങ്ങൾക്കും ധൈര്യത്തിനും എന്തുകൊണ്ടായിരിക്കാം സ്കലോണി ഒരുങ്ങിയിട്ടുണ്ടാകും? സൈഫു, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സ്പെയിനിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പെഡ്രോ പോറോ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. അതായത് അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ആ ഒരു ഫ്രീഡം ലഫ്യുവിൻ്റെ നൽകിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെഡ്രോ പോറോ മുന്നിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പേസ്, ആ പോക്കറ്റ് ഓഫ് സ്പേസ് യൂസ് ചെയ്യാനായിരിക്കും നിക്കോ ഗോൺസാലസ് എന്ന് പറഞ്ഞ ആ താരത്തെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടു മെസ്സിയുടെ ക്രോസുകൾ, മെസ്സി അല്ലെങ്കിൽ ഡിപ്പോൾ നൽകുന്ന ക്രോസുകൾ ആ ഫാർ പോസ്റ്റിൽ പോയി ഹെഡ് ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന നിക്കോ ഗോൺസാലസിൻ്റെ റണ്ണുകൾ നമ്മൾ കാണുന്നുണ്ട്, ഓവർലാപ്പിംഗ് റണ്ണുകൾ. അപ്പോൾ നമുക്കറിയാം മെസ്സിയും ജോഡി ആൽബയും തമ്മിലുള്ള ആ ഒരു കോംബോ നമുക്ക് ഓർമ്മയുണ്ട്. മെസ്സി പാസ് ഇടുന്നു, ജോഡി ആൽബ വിങ്ങിലൂടെ കയറുന്നു, ഉള്ളിലേക്ക് ക്രോസ് ഇടുന്നു. അപ്പോൾ ആ ഒരു അതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഈ ഒരു മത്സരത്തിൽ കൊണ്ടുവരാൻ സ്കലോണി ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകും. അതായത് ക്രോസുകൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നിക്കോ ഗോൺസാലസ് റൺ ചെയ്യണം എന്നുള്ള തീരുമാനത്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഡിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെയാണ് ഡിപ്പോൾ വന്നിട്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്നുള്ളത്. അതായത് കിട്ടുന്ന പന്തുകളെല്ലാം ക്രോസ് ഇടുന്നു, കിട്ടുന്ന പന്തുകളെല്ലാം പാസ് ഇടുന്നു. അപ്പോൾ ആ ഒരു മോട്ടീവ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും അർജന്റീൻ ടീമിന് ഉണ്ടാകുക എന്ന്. അതായത് ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം പകുതിയിൽ അർജന്റീന കളിച്ച ആ ഒരു കളി ശൈലിയായിരിക്കും ഈ ഒരു മത്സരത്തിൽ തുടക്കം മുതൽ അർജന്റീന കളിക്കാൻ സാധ്യത. അതിനൊരു കാരണമുണ്ട്. അതായത് സ്പെയിൻ ഇതുവരെ ഒരു ഗോൾ മാത്രമാണ് ഈ ഒരു ലോകകപ്പിൽ കൺസീഡ് ചെയ്തിട്ട്. അത് ഒരു ക്രോസിൽ നിന്നാണ്, ഒരു ഹെഡറിൽ നിന്നാണ്. അത് ബെൽജിയത്തിനെതിരെ ചാൾസ് ടിക്കറ്റ്ലെറ നേടിയ ഗോളാണ്. അപ്പോൾ അങ്ങനെ ക്രോസിൽ നിന്നാണ് ഈ ഒരു ലോകകപ്പിൽ സ്പെയിൻ ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വാലിഡ് ആയ ഒരു പോയിന്റ് ആണ്. ഇംഗ്ലണ്ടിനെതിരായ മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ സ്കലോണി കൊണ്ടുവന്ന ഒരു ഇമ്പാക്ട് അത് ആദ്യ മിനിറ്റ് മുതൽ ഈ കളിയിൽ കൊണ്ടുവരാൻ സ്കലോണി ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക്